കടുത്ത മത്സരം നടക്കുന്ന എലത്തൂരിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കൊപ്പമുള്ളത് UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണനാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതിഗതികൾ? കാരണം വിദ്യയെ സംബന്ധിച്ച് കോഴിക്കോട്ടുകാർക്ക് അത്ര പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എലത്തൂരിൽ അതാണോ സ്ഥിതി, അതോ പരിചയപ്പെടുത്തണോ? എന്താ, കോഴിക്കോട് എൻ്റെ തൊട്ടടുത്തുള്ള മണ്ഡലമല്ലേ. ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ 10 വർഷം കൗൺസിലർ ആയതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം എങ്ങനെയാണ് എലത്തൂരിൽ ഒരു ജയസാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എലത്തൂർ ഇത്തവണ UDF തൂക്കും, തർക്കമൊന്നും വേണ്ട. അത്രയും നല്ല രീതിയിലാണ് ക്യാമ്പയിൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നേരിട്ട് കണ്ട് പരമാവധി ആളുകളിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം UDF സംവിധാനം ഏറ്റവും നല്ല രീതിയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, എലത്തൂർ കഴിഞ്ഞ കുറച്ചധികം നാളായിട്ട് AK ശശീന്ദ്രനാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അവരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. 2 ശശീന്ദ്രന്മാർ നേരിട്ട് ഏറ്റുമുട്ടുന്നു, ഒപ്പം തന്നെ വിദ്യാ ബാലകൃഷ്ണൻ. അപ്പം ഒരു ചെറുപ്പവും ഒപ്പം തന്നെ പ്രായവും ചെന്ന 2 ആൾക്കാർ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആർക്കായിരിക്കും മുൻതൂക്കം? ഇവിടെ UDFന് മുൻതൂക്കം, അല്ലാതെ വേറെ ആര് ജയിക്കാൻ പോകുന്നത്? UDF തന്നെ ജയിക്കുള്ളൂ. ഈ എതിർ സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് നോക്കിക്കാണും? എതിർ സ്ഥാനാർത്ഥിയെ ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്, ഞാനല്ലല്ലോ. അത് ജനം വിലയിരുത്തിക്കൊള്ളും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും ഈ മണ്ഡലം നിങ്ങളെടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങൾ ഒന്നാണ് എലത്തൂർ. അത് ടൂറിസത്തിന് അനന്തമായ സാധ്യത, ടൂറിസത്തിന് ഒരു സാധ്യത കടന്നു വരുന്ന സമയത്ത് ഇൻഡയറക്ട്ലി ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത ഉൾപ്പെടെ ഉണ്ടാകും. അപ്പോൾ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്ന സാഹചര്യം. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ജയിച്ചു വന്നിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും മന്ത്രിയായിട്ടുള്ള ആൾ, ഒരു മന്ത്രിയിൽ നിന്ന് കേരളത്തിലെ എവിടെയാണെങ്കിലും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആളുകൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒന്നും തന്നെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം മേഖലകളിൽ വികസനം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ബാലുശ്ശേരി റോഡുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി തവണ പരാതികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇതുപോലുള്ള പദ്ധതികളൊന്നും തന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അപ്പം അതിനൊക്കെ ഒരു മാറ്റമാണ് ജനങ്ങൾ ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആഗ്രഹിക്കുന്നത്. അതായത് MLA എന്നതിനപ്പുറത്ത് ഒരു മന്ത്രിയുടെ സാന്നിധ്യം കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റും എന്ന് തന്നെ പറയുമ്പോൾ നിങ്ങളെടുത്ത് നോക്കണം. കഴിഞ്ഞ UDF ഗവൺമെൻറ് വന്ന ശേഷം മുൻകാലങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പൊക്കെ 1 കോടി രൂപയായിരുന്നു, അല്ലെങ്കിൽ 75 ലക്ഷം, അത് 1 കോടി, അങ്ങനെയൊക്കെ ആയിരുന്നു പ്രാദേശിക വികസന ഫണ്ട് ഒരു MLAക്ക് നൽകിയത്. പക്ഷേ കഴിഞ്ഞ UDF ഗവൺമെൻറ് വന്ന ശേഷം അത് 6 കോടി, 5 കോടി ആസ്തി വികസന ഫണ്ടും 1 കോടി രൂപ പ്രാദേശിക വികസന ഫണ്ടും എന്ന രീതിയിൽ 6 കോടി രൂപ ഓരോ വർഷവും MLAക്ക് കൊടുക്കുന്നുണ്ട്. MP-ക്ക് ഒരു മണ്ഡലത്തിലേക്ക് ആകെ കിട്ടുന്നത് 5 കോടി രൂപയാണ്. ഒരു MP-യുടെ അണ്ടറിൽ കേരളത്തിൽ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസീസ് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിലൂടെ ചെയ്യാം. നമ്മുടെ ഒരു വിഷനും മിഷനുമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. എന്തുകൊണ്ട് വിദ്യക്ക് നാട്ടുകാർ വോട്ട് ചെയ്യണം? ഈ നാട് വികസനത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ആളുകൾ UDFന് വോട്ട് ചെയ്യണം. കാരണം പ്രത്യേകിച്ചും അടുത്തൊരു UDFന് മിനിസ്ട്രിയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ഈ തീരദേശം കൂടി ഉൾപ്പെടുന്നതാണല്ലോ ഈ മണ്ഡലം. അപ്പം ഹാർബർ ഉൾപ്പെടെ നിങ്ങളെടുത്ത് പരിശോധിക്കുക. എലത്തൂർ പുതിയാപ്പയിലാണ് നമ്മുടെ ഹാർബർ ഉള്ളത്. ആ ഹാർബർ ഉൾപ്പെടെ ഇനിയും ഒരുപാട് അവിടെ വികസനം വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ മണൽ കൊള്ള നടക്കുന്നുണ്ട് ഈ മണ്ഡലത്തിൽ, മണലൂച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് ജനങ്ങളുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു MLA ആണ് എലത്തൂരുകാരെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാ ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നിട്ടുള്ളത്. അങ്ങനെ പ്രചാരണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വീടുകൾ കയറിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലായിട്ട് ഇത്തരത്തിൽ ചെറിയ ചെറിയ റോഡ് ഷോകളും ഒപ്പം തന്നെ ചെറിയ ചെറിയ പൊതുസമ്മേളനങ്ങളും ഒക്കെ ആയിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എലത്തൂരിൽ ഇത്തവണ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് UDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രചാരണം ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവനയ്ക്കൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.